ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മിസ്രിയ ഫാമിലി വ്ലോഗ്. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല പെപ്പറൊക്കെ ഇട്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യണം. ഞാനിവിടെ ബീഫ് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട മസാലകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ടേബിൾ സ്പൂണും ടീസ്പൂണും വ്യത്യാസമുണ്ട് കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഞാനിവിടെ 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി നമ്മൾ ക്രഷ് ചെയ്തതാണ്. പിന്നെ ഇതിലേക്ക് വേണ്ട ആവശ്യത്തിന് വേണ്ട ഉപ്പ്, 1 കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറുതായി നുറുക്കിയത്, വെളുത്തുള്ളി ഞാനിവിടെ ഒരു 7 എണ്ണം എടുത്തിട്ടുണ്ട് വലുത്, പിന്നെ പച്ചമുളക് 2 എണ്ണം ചെറുതായി അരിഞ്ഞത്, പിന്നെ അരമുറി ചെറുനാരങ്ങ നീര്. ഇതൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ കുക്കറിൽ ആദ്യം ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് കുക്കറിലേക്കാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. വെള്ളമൊന്നും നമുക്ക് ഒഴിക്കേണ്ട, ഈ ബീഫിലുള്ള വെള്ളം തന്നെ ഉണ്ടാവും. അപ്പോൾ നമുക്കിത് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ കുക്കറിൻ്റെ വിസിലിൻ്റെ കാര്യവും വേവുന്ന കാര്യമൊക്കെ നമ്മുടെ കുക്കർ അനുസരിച്ചിട്ടായിരിക്കും. ഞാനിവിടെ കുറേ വിസിലിട്ടിട്ടുണ്ടായിരുന്നു, എനിക്ക് ഒരുപാട് നേരം വേവേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതൊക്കെ അടച്ചിട്ട് നമുക്ക് വിസിൽ വേവുന്നവരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയോ ഓയിലോ ഏതാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയുള്ളിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ചെറിയുള്ളി നമ്മൾ എത്രയുണ്ടോ അത്രയും ചേർക്കാം. ചെറിയുള്ളി നമ്മൾ എത്ര ചേർത്താലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ എത്രയുണ്ടോ അതുപോലെ ചേർക്കാം. ഒരു 20 ചെറിയുള്ളിയെങ്കിലും നമുക്ക് എടുക്കണം. ഇനി ഇത് നല്ലപോലെ ഒന്ന് വഴറ്റി വരണം. അപ്പോൾ നമ്മുടെ ചെറിയുള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടെ ചതച്ചതാണ്, ആ പേസ്റ്റാണിത്. ഇനി അതും കൂടെ ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഗരം മസാല ഞാൻ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മീറ്റ് മസാല ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ബീഫൊക്കെ വെന്ത് വന്നിട്ടുണ്ട്, കണ്ടില്ല, അത്യാവശ്യം വെള്ളമൊക്കെ അതിലുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിൽ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയി വരണം. നമുക്കതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കണം. എല്ലാ ഭാഗവും ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ബീഫ് കറി, ബീഫ് റോസ്റ്റ്. പെപ്പറാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ നമ്മളിതിലേക്ക് ഈ സമയം നമ്മൾ ആവശ്യത്തിന് വേണ്ട ഉപ്പും പിന്നെ നമ്മൾ പെപ്പർ പിന്നെയും ചേർക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 2 ടീസ്പൂണും കൂടെ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കാം. പിന്നെ കുട്ടികൾക്കൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എരിവ് കുറച്ച് കമ്മിയാക്കണം. അപ്പോൾ ഞാനതിൽ നല്ല എരിവൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില കൂടെ മേലെ ഇടുക. അങ്ങനെ നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇനിയും കൂടുതൽ നമുക്ക് ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെയും നമുക്ക് കുറച്ചും കൂടെ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് കുറച്ച് മസാലയൊക്കെ ഇട്ടിട്ട് വീണ്ടും ഇതിനെ നല്ല ഡ്രൈ ആക്കി വെച്ച് നമുക്കത് വീണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് മോര് കറിയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, തേങ്ങയൊന്നും ഇടാതെ നല്ല ടേസ്റ്റിൽ വളരെ പെട്ടെന്നൊരു മോര് കാച്ചിയത് അഥവാ മോര് കറി.
ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ചെറിയുള്ളി, വറ്റൽമുളക്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ഉലുവ, ജീരകം, മഞ്ഞൾപ്പൊടി, ഉപ്പ്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടത് തൈരാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 ലിറ്റർ തൈര്, അതായത് 2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 കപ്പ് തൈരിന് നമ്മൾ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ എത്ര തൈര് എടുക്കുന്നുണ്ടോ അതിനനുസരിച്ച് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല കട്ട തൈരാണെങ്കിൽ നമുക്ക് ഇതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് വിസ്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വയ്ക്കാം. അപ്പോൾ നമ്മുടെ പാൻ ഒന്ന് ചൂടായി വരണം. അപ്പോൾ പാന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയും ആവശ്യമുള്ളൂ. അപ്പോൾ അത് രണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കടുകൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് പൊട്ടി വരണം. ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സമയം തന്നെ നമുക്ക് 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. പിന്നെ ഇഞ്ചി ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തത്, കുറച്ച് ചെറിയുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴറ്റി വരണം. അപ്പോൾ നല്ലപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ആക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ തൈര് അഥവാ മോരൊക്കെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ഒരുപാട് തിളപ്പിക്കുകയൊന്നും വേണ്ട കേട്ടോ. ഒരു 2 മിനിറ്റ് വെച്ചാൽ മതി, 2-3 മിനിറ്റ് വെച്ചാൽ മതി. സിമ്മിൽ വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചെറു ചൂട് വരുമ്പോൾ നമുക്ക് അതൊന്ന് ഓഫ് ചെയ്താൽ മതി. ഒരുപാട് തിളപ്പിച്ച് വെച്ചാൽ അതിങ്ങനെ പിരിഞ്ഞു പോകും. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതിന് വേണ്ട ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മോര് കാച്ചിയത് അഥവാ മോര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വളരെ പെട്ടെന്ന് ഇത് റെഡിയാക്കാം. നമ്മളിതിൽ തേങ്ങയൊന്നും ചേർക്കുന്നില്ല. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. വീണ്ടും പുതിയ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിതുപോലെ ചോറിൽ ഇങ്ങനെ തൈരൊക്കെ ഒഴിച്ച് മോര് കാച്ചതൊക്കെ ഒഴിച്ച് ബീഫ് കറിയൊക്കെ ഇട്ടിട്ട് കഴിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇന്നത്തെ വീഡിയോൻ്റെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു.